Hey guys, welcome back to my channel. അങ്ങനെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഈ പടവും ഓണം തൂക്കിയിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്ര ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളൊരു പടമായിരുന്നു കൊണ്ടാൽ. പടം ഡയറക്റ്റഡ് ബൈ അജിത് മാമ്പള്ളി, റിട്ടേൺ ബൈ അജിത് മാമ്പള്ളി, പിന്നെ റോലിൻ റോബർട്ട്, സതീഷ് മാധവ് ഇവരൊക്കെയാണ് എഴുതിയത് കഥ. ഭയങ്കര സ്റ്റോറിയൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഒരു മേക്കിംഗ് തന്നെ ഒട്ടും, അത് പെപ്പയുടെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്നുള്ള കാര്യം. പിന്നെ അത് കാസ്റ്റിംഗ് കുറേ ഉണ്ട്. അതിൽ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷബീർ, മെയിൻ വില്ലൻ ഷബീർ കുഴപ്പമില്ല. നമ്മൾ അറിയാം, നമ്മൾ മറ്റേ സിനിമയുടെ സർപ്പട്ട പരമ്പരയിലൊക്കെ നമ്മൾ കണ്ട ആളെ അല്ല ഇപ്പം. ഭയങ്കര വെറുപ്പില്ല, കൊത്തയിലൊക്കെ വന്ന പോലെ തന്നെ വെറുപ്പീരിൻ്റെ അങ്ങ് അറ്റമായിരുന്നു. പിന്നെ ആന്റണി വർഗീസിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ ചില സമയത്ത് ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര എനിക്ക് വീക്കായിട്ട് തോന്നിപ്പോയി. പിന്നെ രാജ്ബി ഷെട്ടി രാജ്ബി ഷെട്ടിയുടെ ആ ഡബിങ് കണ്ടപ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് എന്തിനു വെറുതെ എന്നുള്ള കാര്യം. കാരണം ആ ഡബ് ചെയ്ത് വേറെ ഏതോ ഒരുത്തരാണ് ഡബ് ചെയ്ത്. അത് രാജ്ബി ഷെട്ടി സൂപ്പറായിട്ട് മലയാളം പറയും. ആ പുള്ളിക്കാരൻ്റെ ആ വോയിസ് വെച്ച് തന്നെ എടുത്തിരുന്നെങ്കിൽ അത് ഇച്ചിരി കൂടെ ഗംഭീരമായി എനിക്ക് തോന്നിപ്പോയി. പുള്ളിക്കാരൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അതിന് ആ ഒരു പവർ വീണില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഡബിങ് തന്നെയാണെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ പ്രമോദ് വെള്ളിയാനന്ദുണ്ട്, നമുക്കറിയാം കൊത്തയിലുള്ള അയ്യോ എന്തിനാണോ. പിന്നെ ശരത് സഭ, പുള്ളിക്കാരനൊരു ഒരു 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 ഗെയിം മോഡൽ ടൈപ്പുള്ള ഒരു ആക്ടർ പെർഫോമൻസ് ആണ് ഇതിലത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, വർക്കൗട്ട് ആയിട്ടില്ല, പക്ഷെ ക്യാരക്ടർ വൈസ് ആയിട്ട് അങ്ങോട്ട് ഒരു രസമില്ലായിരുന്നു കാണാനായിട്ട്. പിന്നെ ഗൗതമി നായർ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇപ്പോൾ സ്ക്രീനിലേക്ക് വരുന്നതും, പക്ഷേ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ പ്രതിഭ, ഐ തിങ്ക് ഷീസ് ന്യൂ, പുതിയ ആളാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നന്ദു മാധവ്, പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ കൊള്ളാം, പുള്ളിക്കാരൻ നല്ല അഭിനയിക്കുന്നതാണ്. ഫസ്റ്റ് കുട്ടികളുടെ പെർഫോം ചെയ്യും. ഇതിൽ പെർഫോമൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റോറിക്ക് പറ്റിയൊരു ഗുമ്മില്ലായിരുന്നു പടത്തിൽ, അതായിരുന്നു ശോകം. പിന്നെ മ്യൂസിക് സാംസി, അയ്യോ അവിടെയാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് അനുഭവപ്പെട്ടത്. അമ്മാതിരി ശോക ബിജിഎം സ്കോർ ആയിരുന്നു. ആർഡിയക്സിലൊക്കെ വേറെ ലെവൽ മാതിരി പണിയിട്ട് ഇതിൽ വന്നിട്ട് കിടക്കണം ആ അവസ്ഥ. എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട്. പിന്നെ തലപ്പത്തുള്ള ആൾ മെയിൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ സോഫിയ പോളിൻ്റെ മുന്നത്തെ എല്ലാം പരിഗണനയും വെച്ച് മാത്രമാണ് സിനിമ ഞാൻ എന്തിനും പ്രതീക്ഷിച്ച് പോയത്. അതും പ്രതീക്ഷ ഇല്ലാണ്ടായിപ്പോയെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ഓണം RDX തൂക്കി, പക്ഷേ ഈ ഓണത്തിന് RDX സോഫിയ പോളിന് അല്ലെങ്കിൽ അത് തൂക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അറിവിൽ ARM എനിക്ക് വല്ല ഇതില്ല. ഈ പടവും പിന്നെ ഈ പടം പിന്നെ പറയണ്ട, ഇത് വെച്ച് നോക്കുമ്പോൾ ARM ഒക്കെ തങ്കം എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് പടവും എന്തായാലും എനിക്ക് പേഴ്സണലി ഓണം തൂക്കിയായിട്ട് തോന്നുന്നില്ല. പടം ഭയങ്കര വേസ്റ്റായിരുന്നു. എഴച്ചിലല്ല, അവസാനം കുറേ ആ ഷാർക്സിൻ്റെ ഒക്കെ സീൻ, VFX അതൊക്കെ കൊള്ളാം, പക്ഷേ അത് എന്തിനോ വേണ്ടി പോലത്തെ ഒരു ഫീല് പോലെ ആയിപ്പോയി. ക്യാരക്ടേഴ്സിനെയൊക്കെ അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് കുഴച്ച് മറിച്ച്. ആർഡിക്സിലുള്ള 2-3 പേരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു സുഖമില്ല കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫസ്റ്റ് ഫൈറ്റ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തീരുമാനമായി പടം പോക്കാണെന്നുള്ള കാര്യം അവിടെ തീരുമാനിച്ചാണ്. പക്ഷേ നമുക്ക് നോക്കാം, ഇനി അടുത്ത പടത്തിനും കൂടെ തീരുമാനമാക്കിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. പക്ഷേ പടം കണ്ടവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, എനിക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇത് പറഞ്ഞാൽ. ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു പടത്തിൽ. അതും പെപ്പയുടെ ആക്ഷൻസൊക്കെ എങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. മേക്കിങ്ങിനൊക്കെ ഒരു ഇടി പഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് സ്റ്റൺ മാസ്റ്റർ ആണെന്നുള്ള കാര്യം ഞാൻ നോക്കിയില്ല, ബട്ട് വേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ മുന്നത്തെ RDXിലേക്ക് സൺ അൻവർ പറഞ്ഞത് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു പടത്തിൽ, പക്ഷെ ഇതിലൊന്നും ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. റിയലി സോറി ടു സേ. എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.